ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ് ഫെബ്രുവരി 3-ാം തീയതി 2025 ഫെബ്രുവരി 3 തിങ്കളാഴ്ച. മാഘമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 3-ാം തീയതി രാവിലെ 6:52 മുതൽ ഫെബ്രുവരി 4-ാം തീയതി രാവിലെ 4:37 വരെയാണ്. അതുകൊണ്ട് തന്നെ ശുക്ലപക്ഷ ഷഷ്ടിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് 2025 ഫെബ്രുവരി 3 തിങ്കളാഴ്ച. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഞാൻ തിരുപ്പതിയിലേക്ക് ഭഗവാൻ ബാലാജിയെ കാണാനായിട്ട് പോയിരുന്നു. ഞാൻ നടന്നാണ് പോയത്. അതായത് തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് നടന്നു കയറി. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ വീഡിയോ, ഞാൻ പോയ വഴികൾ, അതെല്ലാം ഞാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇന്നലെ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം. ആ നടന്നു പോകുന്ന ആ വഴിയിലെ കാഴ്ചകളൊക്കെ അതിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വിവരങ്ങളൊക്കെ എനിക്കറിയാവുന്നതുപോലെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മറ്റു ചില വീഡിയോകൾ ഇട്ടിരുന്നു. വളരെ വിശേഷപ്പെട്ട വീഡിയോ ആണ്. കാണാത്തവരൊക്കെ ആ വീഡിയോയും കൂടെ കാണണം. അതായത് കാശിയിലെ ശിവലിംഗത്തിന് എന്താണ് പ്രത്യേകത എന്നുള്ളതും, അതുപോലെ വൈദ്യനാഥേശ്വര ലിംഗം അതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ സന്ധ്യ എങ്ങനെയുണ്ടായി, സന്ധ്യയുടെ കഥ, ആ ഭാഗങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ശിവപുരാണത്തിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോകളും കൂടെ കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഗുണമേ ഉണ്ടാക്കത്തുള്ളൂ, ഒരിക്കലും അത് ദോഷം ചെയ്യില്ല. ഇനി നമുക്ക് ഷഷ്ടി വ്രതത്തിലേക്ക് കടക്കാം. ഫെബ്രുവരി 3-ാം തീയതിയാണ് ഷഷ്ടി, തിങ്കളാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 2-ാം തീയതി ഒരിക്കൽ ഉണ്ണണം. അതായത് ഒരു നേരം അരിഭക്ഷണം കഴിക്കുക. ബാക്കി 2 സമയങ്ങളിലും നമുക്ക് പഴവർഗ്ഗങ്ങളോ ഗോതമ്പോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. ഇനി ഫെബ്രുവരി 3-ാം തീയതി എങ്ങനെയാണ് ഷഷ്ടി എടുക്കുന്നത് നമ്മൾ നിശ്ചയിക്കുക. ഉപവസിക്കുന്നവർക്ക് വേണമെങ്കിൽ ഉപവസിക്കാം, അതല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിരിക്കാം, അതല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, അതല്ലെങ്കിൽ ഒരു നേരം നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ് മേടിച്ച് കഴിച്ചിട്ട്, അതായത് നേദ്യച്ചോറ്, ഉണക്കലരി വറ്റിച്ച് നമുക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുമല്ലോ, അത് മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് വ്രതമെടുക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ചിലർ ഉച്ചയ്ക്ക് കഴിക്കും, അതല്ലെങ്കിൽ മറ്റു ചിലർ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കും. എങ്ങനെയാണോ നമ്മുടെ താല്പര്യം അതനുസരിച്ചിട്ട് ചെയ്യുക. ഇനി ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് മേടിച്ച് കഴിക്കാനായിട്ട് സൗകര്യപ്പെടുന്നില്ലെങ്കിൽ കുളിച്ച് ശുദ്ധമായി നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചരി വറ്റിച്ചിട്ട് നമുക്ക് ആ ചോറ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഷഷ്ടിക്ക് സാധാരണയായിട്ട് പുളി ഉപയോഗിക്കാറില്ല, അതായത് വാളംപുളി അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ പുളി ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തി ഉപയോഗിക്കേണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ മുളക് പൊടി നമുക്ക് ഉപയോഗിക്കാം, മുളക് അത് നമുക്ക് ഉപയോഗിക്കാം. മുളക് നമ്മളിങ്ങനെ വെറുതെ മുളക് പൊടി ഇങ്ങനെ ചെറുതായിട്ട് വെതറി ഉപ്പും ചേർത്ത് ചിലർ ചോറുണ്ണാറുണ്ട്. ഇനി തേങ്ങ കൊണ്ടാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നതെങ്കിൽ ഉള്ളി ചേർക്കരുത്, അതുപോലെ തന്നെ പുളി ചേർക്കരുത്. പുളിക്ക് പകരം നാരങ്ങാനീര് ചേർക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഷഷ്ടിക്ക് നമ്മൾ ഏത്തപ്പഴം കഴിക്കരുത് എന്ന് പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തപ്പഴം ഒരു ഫുൾ മീലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, അതായത് ഒരു സമ്പൂർണ്ണമായ ഒരു ആഹാരം. അപ്പോൾ അതുകൊണ്ടാണ് ഏത്തപ്പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇനി ഗർഭിണികളാണ്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവരാണ്, കട്ടിയുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണ്, അവർക്കൊക്കെ ഏത്തപ്പഴം കഴിക്കാം. കാരണം ആരോഗ്യം നോക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഏത്തപ്പഴത്തിന് ഇതുകൊണ്ട് മാത്രമാണ് ഒരു നിഷ്ഠ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹെവി ഫുഡാണ് എന്ന് ഒരു ചിന്ത വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നൊന്നും കഴിക്കണ്ട സാധാരണക്കാരായ ആളുകൾക്ക്, അവർക്ക് വയറ് നിറയും. അപ്പോൾ അത്രയും കട്ടിയുള്ള ഒരു ആഹാരം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഏത്തപ്പഴത്തിനെ ഒഴിവാക്കുന്നത്, അതല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഇനി ഉഴുന്ന് ചേർന്ന പലഹാരങ്ങൾ കഴിക്കരുത് എന്ന് പറയും. കാരണം ഉഴുന്ന്, ചുമന്നുള്ളി, വെളുത്തുള്ളി ഇവയൊക്കെ രജസ സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഉഴുന്ന് ചേർന്നിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കേണ്ട എന്ന് പറയുന്നത്. അതിപ്പോൾ സാധാരണയായിട്ടുള്ള പഴങ്ങൾ
പഴങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ആപ്പിൾ കഴിക്കാം, ചെറിയ വാഴപ്പഴങ്ങൾ കഴിക്കാം, മുന്തിരിങ്ങ കഴിക്കാം, അങ്ങനെയുള്ള പഴങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. മാതള നാരങ്ങ കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, അതിലൊന്നും യാതൊരു ദോഷവും ഇല്ല. ഏത്തപ്പഴത്തിന് മാത്രം ഇങ്ങനെ ഒരു നിഷ്ഠ പറഞ്ഞിട്ടുണ്ട്. ഇനി മരുന്നൊക്കെ കഴിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ അവരുടെ ഒരു ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ചെയ്യുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും വിശ്വാസികളായിരിക്കണം, ഒരിക്കലും അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്. ആഹാരത്തിൽ ചില നിഷ്ഠകൾ വ്രതസമയങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ ഒരിക്കലും നമ്മൾ പട്ടിണി കിടക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ്. നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് തന്നെ എന്താണ്? ഭഗവാനെ ഒരിക്കലും അന്നം മുട്ടല്ലേ, ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും അന്നം മുട്ടിക്കുന്ന ഒരു കാര്യവും ഭഗവാന് ഇഷ്ടമല്ല എന്ന് നമ്മൾ നിശ്ചയിക്കുക. പിന്നെ ഈ വ്രതനിഷ്ഠകളൊക്കെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. അക്കാര്യമാണ് നമ്മൾ പ്രത്യേകമായി ആലോചിക്കേണ്ടത്. പഴയ കാലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപവാസം അനുഷ്ഠിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശരീരത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ മനസ്സിനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ 3 നേരം അരിയാഹാരം കഴിച്ചിരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർക്ക് അപ്പോൾ അരിയാഹാരം ഒരു നേരമാക്കി കുറയ്ക്കുമ്പോൾ മറ്റു 2 സമയങ്ങളിലും ഇന്നലെ വരെ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തെ ഉപേക്ഷിക്കാനുള്ള ഒരു പക്വത നമ്മുടെ മനസ്സിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നാളെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടാൽ പോലും അതിനെ സമചിത്തതയോടുകൂടി നേരിടാനുള്ള ഒരു ക്ഷമ നമുക്ക് ലഭിക്കും. ഇപ്പോൾ രാവിലെ മുതൽ സന്ധ്യ വരെ നമ്മളൊന്നും ആഹാരം കഴിക്കാതിരുന്ന് പ്രദോഷം എടുക്കും. അപ്പോൾ ആ സമയം എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിനും മനസ്സിനും സഹിക്കാനുള്ള ഒരു ശേഷി കൈവരുന്നു. ഭഗവാന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് നമ്മുടെ മനസ്സും ശരീരവും സന്നദ്ധമാകും. അങ്ങനെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലത് മാത്രമേ നൽകൂ എന്ന് ചിന്തിക്കുക. ചില ആളുകൾ ചോദിക്കും, അരി ആഹാരം എന്തിനു ഉപേക്ഷിക്കുന്നു? അപ്പോൾ അരിയിലാണോ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതെന്ന്? അരിയും ധാന്യങ്ങളുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ദിവസവും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ദിവസവും നമുക്ക് കിട്ടുന്ന ആ കാര്യത്തെ ഒരു ദിവസം നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനം. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് എന്നും ലഭിക്കുന്നു, ഒരു ദിവസം നമുക്ക് ഇല്ലാതാകുമ്പോൾ നമ്മൾ അമിതമായി ദുഃഖിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ് ഈ വ്രതങ്ങളൊക്കെ. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആഹാരത്തിൽ ചില നിഷ്ഠകളൊക്കെ വരുത്തുന്നത്, അതല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. നമ്മളെപ്പോഴും എന്തായിരിക്കണം? വിശ്വാസികളായിരിക്കണം. ഭഗവാനെ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മനസ്സിനൊരു ബലം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ടാണ്. ചിലർ പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്തോളൂ, നാളെ മുതൽ നിങ്ങൾക്ക് പണത്തിൻ്റെ പെരുമഴ. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ആ ഒരു കാര്യം നമ്മൾ ഒരു നേരം ഒരു കാര്യം ചെയ്ത് കഴിയുമ്പം പിറ്റേ ദിവസം നമുക്ക് പണത്തിൻ്റെ പെരുമഴ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് പട്ടിണിയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകില്ലല്ലോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈശ്വരൻ്റെ നിശ്ചയം എന്താണോ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇനി വരാൻ പോകുന്ന അനർത്ഥങ്ങളെ നമ്മൾ പ്രാർത്ഥനയിലൂടെ കുറേശ്ശെ എന്ത് ചെയ്യാം? നമുക്കതിനെ ലഘൂകരിക്കാം. കാരണം നമുക്കിപ്പോൾ നാളെ ഒരു അസുഖം ഉണ്ടാകാം, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഡയബറ്റീസ് ഉണ്ട്. അപ്പം നമുക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോഴേ നമ്മുടെ ആഹാരത്തിലൊക്കെ ചില ക്രമീകരണങ്ങൾ വരുത്തി നമ്മുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച് എക്സസൈസൊക്കെ ചെയ്തിരിക്കുമ്പോൾ നാളെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആ രോഗത്തെ ചെറുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനകളും വ്രതങ്ങളും ഒക്കെ എടുക്കുന്നത്. കാരണം നാളെ നമുക്ക് എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്ന ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബലത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, വ്രതങ്ങളൊക്കെ എടുക്കുന്നത്. അതല്ലാതെ ഇന്നങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നാളെ മുതൽ നമുക്ക് ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ലോകം എന്തായിരുന്നു? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ, ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. അഥവാ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഇങ്ങനെയൊക്കെ ചില കടും വിദ്യകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ നല്ലത് കിട്ടുമോ? അങ്ങനെയൊന്നും കിട്ടില്ല.
അങ്ങനെയൊക്കെ മനുഷ്യർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പലരും ദുർമന്ത്രവാദത്തിലേക്കും അങ്ങനെയുള്ള പൂജകളിലേക്കും ഒക്കെ പോയി ചെന്ന് പെട്ടിട്ട് ഓരോ അനർത്ഥങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ കാണുന്നവരാരും തന്നെ അങ്ങനെയുള്ള അനർത്ഥങ്ങളിലേക്കൊന്നും പോകരുത്. നിങ്ങളെല്ലാവരും ഭഗവാനെ വിശ്വസിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ക്ഷേത്രങ്ങളിൽ പോവുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിയാണ്. ഭഗവാൻ ഒരു മാല സമർപ്പിക്കുക, അതൊക്കെ നമ്മുടെ സ്നേഹമാണ്. അതല്ലാതെ മറ്റൊന്നുമല്ല, കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ വിശ്വസിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാനെ ആശ്രയിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഷഷ്ടിവ്രതം എടുക്കുക. രാവിലെ എഴുന്നേൽക്കുക, എത്ര നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കുമോ അത്രയും നേരത്തെ എഴുന്നേൽക്കുക. വീട്ടിലാണെങ്കിൽ വിളക്ക് തെളിയിച്ച് നമ്മൾ നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർക്കൊക്കെ ക്ഷേത്ര ദർശനം നടത്താം. ഒന്നുകിൽ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്താം, അതല്ലെങ്കിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്താം. ഏതാണോ നമ്മുടെ സൗകര്യം അതനുസരിച്ചിട്ട് ചെയ്യുക. ഇനി വേലായുധ സ്വാമിയുടെയും മഹാദേവൻ്റെയും ഒന്നും തന്നെ ക്ഷേത്രം നമ്മുടെ വീടിനടുത്തില്ലെങ്കിൽ ഏത് ക്ഷേത്രമാണോ ഉള്ളത് ആ ക്ഷേത്ര ദർശനം നടത്തിയാലും മതി. ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുക. അതിനുശേഷം എങ്ങനെയാണോ നമ്മുടെ വ്രതം അനുഷ്ഠിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. വാളംപുളി ഉപേക്ഷിക്കുക. അരിഭക്ഷണം ഒരു നേരമാക്കുക. അതായത് പച്ചരി വറ്റിച്ച് നമുക്കിതുപോലെ ചെറിയ മുളകോ അതല്ലെങ്കിൽ പുളി ചേർക്കാത്ത ചമ്മന്തിയൊക്കെ കൂട്ടി അരിഭക്ഷണം ഒരു നേരം കഴിക്കാം. അത് ഉച്ചയ്ക്ക് കഴിക്കാം, അതല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ട് വേണമെങ്കിലും കഴിക്കാം. ബാക്കി സമയങ്ങളിൽ പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, ഉപവസിക്കാം. എങ്ങനെയാണോ നമുക്ക് തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. അതിനുശേഷം പിറ്റേ ദിവസം അതായത് 4-ാം തീയതി നമുക്ക് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് ഒരു കിണ്ടിയിൽ അല്പം ജലം അവിടെ സമർപ്പിച്ച് പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഭഗവാന് സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ശേഷം ഭഗവാനെ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചതിന് ശേഷം നമുക്ക് ഈ തീർത്ഥം സേവിച്ച് സമർപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും വഴിപാടുകളുണ്ടെങ്കിൽ അതും സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഷഷ്ടിവ്രതം എടുക്കേണ്ടത്. നമ്മുടെ ഇഷ്ടം ഏത് രീതിയിൽ എടുക്കണമെന്നുള്ളത്. ഇനിയിപ്പം തൈപ്പൂയം വരുന്നു. തൈപ്പൂയത്തിന് മുന്നോടിയായിട്ടുള്ള ഷഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ട ഷഷ്ടിയാണ്. എടുക്കാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ എടുക്കുക. അതുപോലെ മുരുകക്ഷേത്ര ദർശനം നടത്തുന്ന ആളുകൾ സാധിക്കുമെങ്കിൽ ഭഗവാന് നാരങ്ങാമാല സമർപ്പിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഭഗവാന് മഞ്ഞപ്പെട്ട്, അത് വളരെ വിശേഷമാണ്. ഭഗവാന് മഞ്ഞപ്പെട്ട് വളരെ ഇഷ്ടമാണ്. ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതും വളരെ വളരെ വിശേഷമാണ്. അതുപോലെ ഭസ്മം കൊണ്ട് ഭഗവാന് ധാര ചെയ്യുന്നത് അതൊക്കെ വളരെ വിശേഷമാണ്. അങ്ങനെ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ വെറ്റില ദീപം സമർപ്പിക്കുന്നതും വളരെ വളരെ വിശേഷമാണ്. അപ്പം നമ്മുടെ ഇഷ്ടം, നമ്മുടെ സാഹചര്യം, നമ്മുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് വഴിപാടുകൾ ചെയ്യുക. ഭഗവാൻ സ്വീകരിച്ചോളും. ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ 1 രൂപ നാണയം ഭഗവാന് സമർപ്പിച്ച് നമ്മുടെ വഴിപാടുകൾ നടത്താവുന്നതാണ്. അപ്പോൾ ഇപ്രകാരമൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി പുലയും ബാലായ്മയും പീരീഡ്സും ഒക്കെ ആയിരിക്കുന്ന ആളുകൾ വ്രതനിഷ്ഠയിൽ തന്നെ ഇരിക്കുക. അവരെ വിളക്ക് കത്തിക്കുകയോ ക്ഷേത്ര ദർശനം നടത്തുകയോ ഒന്നും ചെയ്യേണ്ട. പക്ഷേ വ്രതഭക്ഷണത്തിലിരിക്കുക. നമ്മുടെ മുറിയിലിരുന്ന് ഓം ശരവണ ഭവായ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതല്ലെങ്കിൽ ഓം മുരുകായ നമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. പിറ്റേ ദിവസം നമ്മൾ എങ്ങനെയാണോ വ്രതം അവസാനിപ്പിക്കുന്നത്, അതായത് ഏകാദശി ദിവസങ്ങളൊക്കെ നമ്മൾ വ്രതം അവസാനിപ്പിക്കുമല്ലോ. അതായത് രാവിലെ കുളിച്ച് നമ്മുടെ മുറിയിലിരുന്ന് നമ്മൾ നാമം ജപിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. പീരീഡ്സ് ആണ് എന്ന് കരുതി വ്രതം എടുക്കാതൊന്നും ഇരിക്കേണ്ട. അതും ഒരു വ്രതമായി തന്നെ ഭഗവാൻ സ്വീകരിച്ചു കൊള്ളും. കാരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ ഓർക്കുന്നല്ലോ, വ്രതമെടുക്കാൻ അവൾ സന്നദ്ധയായല്ലോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്ന ആളുകൾ ഉപവസിക്കേണ്ട. കാരണം ചിലപ്പോൾ ഗ്യാസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാലും പഴങ്ങളും ഒക്കെ കഴിച്ച് അവർക്കിരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കുക, നമ്മളെപ്പോഴും വിശ്വാസികളായിരിക്കണം. ഭഗവാനിൽ വിശ്വസിക്കുക. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു കൈത്താങ്ങായി എന്നും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക. അതൊരു ആത്മബലമാണ് നമുക്ക് നൽകുന്നത്. അതല്ലാതെ നമ്മൾ ഒരിക്കലും അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അനാവശ്യമായ പൂജകൾക്കോ വഴിപാടുകൾക്കോ ഒന്നും നമ്മുടെ പണം കൊണ്ടുവന്ന് കൊടുത്ത് നമ്മൾ അങ്ങനെ ഒരു ആപത്തിലേക്കൊന്നും പോകാനായിട്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ആരും അങ്ങനെ പോകരുത്. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഭഗവാനെ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഭാഗവതവും ശിവപുരാണവും ഒക്കെ കേൾക്കുക. അതിൽ അതിൻ്റേതായ രീതിയിൽ എല്ലാ കഥകളെയും അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളുക. അങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.